Hello, welcome back to another episode of Ingredients Matters by Pantry. യൂറോപ്യൻ കിച്ചൻ്റെ ബേസ് ആയ ഒലിവ് ഓയിൽ നമ്മുടെ മാർക്കറ്റിൽ പൊമേസ് ആൻഡ് എക്സ്ട്രാ വെർജിൻ എന്നുള്ള പേരുകളിലാണ് അവൈലബിൾ. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഒലിവ് സീഡ്സിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കോൾഡ് പ്രസ് പ്രോസസ്സിംഗ് വഴി കിട്ടുന്ന റിച്ച് ഇൻ അറോമ ആൻഡ് ഫ്ലേവർ ആൻഡ് ലെസ് അസിഡിക് ആയ ഓയിലിൻ്റെ പേരാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അതേ പൾപ്പിനെ വീണ്ടും എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ കോൾഡ് പ്രസ്സിംഗ് വഴി കിട്ടുന്ന റിഫൈൻഡ് ആയ ഓയിലിലേക്ക് എക്സ്ട്രാ വെർജിൻ പെർട്ടിക്കുലർ പെർസെൻറ്റേജിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓയിലിൻ്റെ പേരാണ് പൊമേസ്. എക്സ്ട്രാ വെർജിൻ ഒരു ഷെഫിൻ്റെ സിഗ്നേച്ചർ ടച്ചാണ്. അത് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പാസ്ത, പീറ്റ്സ, മീറ്റ്സ് ആയിക്കോട്ടെ, ഫൈനൽ ടച്ച് ബിഫോർ ലീവിങ് ദ കിച്ചൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 4 ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. പൊമേസ് ആ സമയത്ത് നമ്മുടെ ഡേ ടു ഡേ കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പൊമേസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൻ്റെ നോക്കി തന്നെ നമ്മൾ വാങ്ങിക്കുക. ഹയർ പെർസെൻറ്റേജ് ഓഫ് എക്സ്ട്രാ വെർജിൻ ഉള്ള പൊമേസ് വാങ്ങിക്കുമ്പോൾ ബെറ്റർ ഫിനിഷ്ഡ് ഡിഷ് നമുക്ക് കിട്ടും. എക്സ്ട്രാ വെർജിൻ ആ സമയത്ത് ഗ്ലാസ് ബോട്ടിൽ അവൈലബിൾ ആയ, അതും ഗ്രീൻ ടിഞ്ചിൽ ഗ്ലാസ് ബോട്ടിൽ അവൈലബിൾ ആയ എക്സ്ട്രാ വെർജിൻസ് തന്നെ നമ്മൾ വാങ്ങിക്കുക. എന്താണ് റീസൺ എന്ന് വെച്ചാൽ ഒലിവ് ഓയിലിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോഴേക്കും അത് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ഡിഷിൽ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് സീഡുകൾ നിലത്ത് നിന്ന് പിക്ക് ചെയ്തിട്ടല്ല ഈ പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്നത്. ട്രീയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പ്ലക്ക് ചെയ്ത് ആണ് ഇത് പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. യൂറോപ്പിൽ മുഴുവൻ ഇതൊരു റിലീജിയസ് പ്രോസസ്സാണ്. ഒലിവ് ഓയിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂറോപ്യൻ ഇൻഗ്രീഡിയൻറ്റുമാണ്. നെക്സ്റ്റ് ടൈം വെൻ യു ബൈ സംതിങ് ലൈക്ക് ദിസ്, please look into it and buy them. Thank you for watching.